ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ ചക്കക്കുരു കൊണ്ട് ഒരു ഫ്രൂട്ട് സലാഡ് കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ഞാനിവിടെ കുറച്ച് ചക്കക്കുരു തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലൊരു നുള്ളു ഉപ്പിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്തില്ലെങ്കിൽ പുഴുങ്ങിയെടുക്കാവുന്നതുമാണ്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് കംഫർട്ടായതുപോലെ ചെയ്യുക. ഞാനിവിടെ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. തണുത്ത് കഴിയുമ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നല്ലതുപോലെ പൊടിച്ചെടുക്കാവുന്നതാണ്. നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കാം. ഫ്രിഡ്ജിൽ വെച്ച് നന്നായി സെറ്റാക്കിയ 1 കപ്പ് പാൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായി അടിച്ചെടുത്ത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗൾ എടുത്ത് ഇതിലേക്ക് ചെറുതായി മുറിച്ച പപ്പായ ചേർത്ത് കൊടുക്കാം. ചെറുതായി മുറിച്ച മാമ്പഴം ചേർത്ത് കൊടുക്കാം. കുറച്ച് പഴം നമുക്ക് ചെറുതായി മുറിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ട് അതൊക്കെ നമുക്കിതിലേക്ക് ചേർക്കാം. കുറച്ച് വാട്ടർമെലൺ ചെറുതായി മുറിച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ അടിച്ചു മാറ്റി വെച്ച ചക്കക്കുരു ഫ്ലേവർ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് സബ്ജ സീഡ് കുതിർത്ത് വെച്ചതാണ്, അതും നമുക്കിതിലേക്ക് ചേർത്ത് ഇത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചക്കക്കുരു ഫ്രൂട്ട് സലാഡ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്